ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞത് ഇവരെ ഹിയറിംഗ് നടത്താനാണ്, ഇവരെ വാദം കേൾക്കാനാണ്. ഈ കോടതി ഉത്തരവ് കോട്ടത്തറ വില്ലേജിൽ കൊണ്ടുപോയിട്ട് കൈവശ അവകാശ സാക്ഷ്യപത്രം വാങ്ങുകയാണ് ഈ കുടുംബം ചെയ്തിരിക്കുന്നത്. റവന്യൂ വകുപ്പ് ഇവർക്ക് 1 സെന്റ് ഭൂമി പോലും ഇല്ല എന്ന് പറയുന്നു. കോട്ടത്തറ വില്ലേജ് ഓഫീസർ ഇവർക്ക് ഭൂമിയുണ്ട് എന്ന്, അല്ലെങ്കിൽ കൈവശ സാക്ഷ്യപത്രം എഴുതി നൽകുന്നു. പക്ഷെ കോട്ടത്തറ വില്ലേജ് ഓഫീസർക്ക് ഒന്നും സംഭവിക്കുന്നില്ല. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മുകളിലാണോ കോട്ടത്തറ വില്ലേജ് ഓഫീസർ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. കെ രാജൻ കേരളത്തില് റവന്യൂ മന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി, തൃശ്ശൂരിലെ വീട്ടിലെത്തി ആദിവാസികൾ പരാതി നൽകുന്നു. സെക്രട്ടേറിയറ്റിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും അദ്ദേഹത്തെയും കണ്ട് പരാതി നൽകുന്നു. നിയമസഭയിലെത്തി, നിയമസഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദിവാസികൾ സ്പീക്കറെ നേരിൽ കണ്ട് പരാതി നൽകുന്നു. അന്നത്തെ MLA-മാരെല്ലാം വന്നിട്ട് ഇവരുടെ പരാതിയുടെ കോപ്പി വാങ്ങുന്നുണ്ട്. ലാൻഡ് റവന്യൂ കമ്മീഷണറോട് ഏതാണ്ട് ഒരു 4 മണിക്കൂറോളം ഇരുന്ന് ആദിവാസികൾ അവരുടെ വിഷയങ്ങൾ പറയുന്നു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതിയിട്ട് നേരിട്ട് വന്ന് കണ്ട് അദ്ദേഹത്തോട് പരാതി പറയുന്നു. ഹൈക്കോടതി ഒരു ഉത്തരവൊക്കെ ഇട്ടിരുന്നു അന്വേഷണത്തിന്, പക്ഷെ എങ്ങും എത്തിയില്ല. റവന്യൂ മന്ത്രിക്ക് അറിയാത്ത കാര്യമല്ല ഇത്. അട്ടപ്പാടിയിൽ മൂപ്പിൽ നായർ എന്ന് മാത്രമല്ല, ആദിവാസി ഭൂമി വൻതോതിൽ കയ്യേറിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മന്ത്രി കെ രാജന് അറിയാം. പക്ഷേ റവന്യൂ വകുപ്പിൽ നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹം പല കാര്യങ്ങളിലും, ഇപ്പൊ ഹാരിസൺ ഭൂമിയുടെ കാര്യത്തിൽ എടുത്തതുപോലെ, ഇത് നയപരമായി സർക്കാർ തീരുമാനമെടുക്കട്ടെ എന്ന നിലയിൽ അദ്ദേഹം ഒഴിയുകയാണ്. കേരളത്തിലെ അടിത്തട്ട് ജനതയുടെ ഭൂ അവകാശ പ്രശ്നങ്ങൾ പൊതു ചർച്ചയാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മാധ്യമപ്രവർത്തകനായ ഡോക്ടർ ആർ സുനിലാണ് ഇന്ന് കേരളീയം ടോക്കിൽ. അട്ടപ്പാടിയിൽ നടക്കുന്ന വൻകിട ഭൂ ഇടപാടുകളെക്കുറിച്ചും ആദിവാസി ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും അദ്ദേഹം കേരളീയത്തോട് സംസാരിക്കുന്നു. സ്വാഗതം. ഈ അടുത്ത ദിവസം മാധ്യമ ആഴ്ചപ്പതിപ്പിൽ താങ്കൾ പ്രസിദ്ധീകരിച്ചൊരു റിപ്പോർട്ട് ഏറെ ചർച്ചയായിരുന്നല്ലോ. അതിൽ പറയുന്നത് മണ്ണാർക്കാട് മൂപ്പിൽ നായർ കുടുംബം നടത്തിയ വലിയ ഭൂമി കുംഭകോണത്തെ പറ്റിയാണ്. ആ റിപ്പോർട്ട് വായിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ടായി വരുന്ന 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ അട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശം കേരളത്തിൽ തന്നെയാണോ? രണ്ടാമത്, ജന്മിത്ത വ്യവസ്ഥ ഇപ്പോഴും കേരളത്തിൽ തുടരുന്നുണ്ടോ? ശരിയല്ലേ? നിങ്ങളുടെ ചോദ്യം വളരെ അർത്ഥവത്താണ്. കാരണം കേരളത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ് അട്ടപ്പാടി. അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് എന്ന് ആണ് അതിൻ്റെ പേര്. കേരളത്തിൽ മറ്റൊരിടത്തും ട്രൈബൽ താലൂക്കില്ല. താലൂക്ക് രൂപം കൊണ്ടത് ഈ അടുത്ത കാലത്താണ്. 1960-കളിൽ മണ്ണാർക്കാട് MLA ആയിരുന്ന കൊങ്ങശ്ശേരി കൃഷ്ണൻ എന്ന ഒരാളുണ്ടായിരുന്നു, CPIയുടെ നേതാവായിരുന്നു. അദ്ദേഹം 60-കളിൽ ആവശ്യപ്പെട്ടു ഈ അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് ഭൂമി സർവേ ചെയ്ത് അവർക്ക് രേഖ കൊടുക്കണം എന്ന്. അല്ലെങ്കിൽ ആദിവാസികളുടെ ഭൂമി ഇല്ലാതായി പോകും. ഏതാണ്ട് നമ്മൾ നോക്കുമ്പം ഏതാണ്ട് 65 വർഷമായി. 65 വർഷം മുമ്പുള്ള ആദിവാസികളുടെ ഒരു ആവശ്യമാണ് ഇപ്പോഴും നടപ്പാക്കാതിരിക്കുന്നത്. ഇപ്പോൾ 50-കളുടെ സർവേ അനുസരിച്ച് ഏതാണ്ട് 10% താഴെയാണ് അന്നത്തെ കുടിയേറ്റക്കാർ. എന്ന് വെച്ചാൽ ആദിവാസികളുടെ ഒരു രാജ്യമായിരുന്നു ആ കാലത്തെ സംബന്ധിച്ചിടത്തോളം അട്ടപ്പാടി. കൊങ്ങശ്ശേരി കൃഷ്ണൻ കാണുന്നത് അതിരൂക്ഷമായ അടിച്ചമർത്തൽ നേരിടുന്ന ഒരു ആദിവാസി സമൂഹത്തെയാണ്. കൊങ്ങശ്ശേരി കൃഷ്ണനൊക്കെയാണ് ആദിവാസികളെ ആദ്യം അവിടെ ചെന്ന് സംഘടിപ്പിക്കുന്നതെന്ന് KE ഇസ്മായിലിനെ പോലെയുള്ള പുതിയ പിൽക്കാലത്ത് മന്ത്രിമാരായവർ പറയുന്നുണ്ട്. അപ്പോൾ കൊങ്ങശ്ശേരി കൃഷ്ണൻ പറഞ്ഞ നിയമസഭയിൽ ആവശ്യപ്പെട്ട ഒരു കാര്യം കേരള നിയമസഭ ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. 2, കേരളത്തിൻ്റെ എല്ലാ പ്രദേശത്തും ഏറെക്കുറെ സർവേ നടന്നിട്ടുണ്ട്. ഏതെങ്കിലും കാലത്ത് സർവേ നടക്കുകയും വീണ്ടും റീസർവേ നടക്കുകയും ഇപ്പം ഡിജിറ്റൽ സർവേയും നടക്കുന്ന ഒരു സമൂഹമാണ് അത്. അട്ടപ്പാടിയിൽ 1000-കണക്കിന് ഏക്കർ ഭൂമി സർവേ ചെയ്യാത്ത ഭൂമിയായി തന്നെ കിടപ്പുണ്ട്. A&B രജിസ്റ്റർ പ്രകാരം വില്ലേജ് ഓഫീസിൽ നിലവിലുള്ള രജിസ്റ്റർ പ്രകാരം, അടിസ്ഥാന രജിസ്റ്റർ പ്രകാരം, സെറ്റിൽമെന്റ് രജിസ്റ്റർ പ്രകാരം ആദിവാസികൾക്ക് അട്ടപ്പാടിയിൽ ധാരാളമായി ഭൂമിയുണ്ട്. എന്നാൽ ഈ രേഖകളൊക്കെ ഇപ്പോൾ പൊടി
കയറിയിട്ട് അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. പലതും വായിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നൊക്കെയാണ് സർവേ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അതുകൊണ്ട് ആദിവാസി ഭൂമി കണ്ടെത്തുക അസാധ്യമായ ഒരു കാര്യമായിട്ടും പലരും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഭാഗത്ത് ആദിവാസികൾക്കെതിരായി തീരുന്നു, മറുഭാഗത്ത് സർക്കാരിൻ്റെ ഇടപെടൽ യാതൊന്നും ഉണ്ടാകുന്നില്ല. അവരുടെ ഭൂമി കൊടുക്കാനുള്ള ഒരു ഇടപെടലും കഴിഞ്ഞ 6-6.5 പതിറ്റാണ്ട് ഉണ്ടായിട്ടില്ല എന്നതാണ് അട്ടപ്പാടിയിലെ സവിശേഷത. ഇനി നമുക്കിപ്പം മൂപ്പിൽ നായരുടെ കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് മൂപ്പിൽ നായർക്ക് അട്ടപ്പാടിയിൽ ഭൂമി 2024 വിൽക്കാൻ കഴിയുന്നത്? ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. അതെ, വലിയ അളവിൽ എങ്ങനെയാണ് വിൽക്കാൻ കഴിയുക എന്ന ചോദ്യം ഉയരുന്നത്. അപ്പൊ മൂപ്പിൽ നായർ എന്ന് പറയുന്ന മാടമ്പി അല്ലെങ്കിൽ ആ കാലത്തെ നാടുവാഴി എന്ന് പറയാവുന്ന ആൾ, അത് മലബാറിന്റെ ഒരു സവിശേഷതയായിരുന്നു. രാജഭരണകാലത്ത് ധാരാളം നായർ കുടുംബങ്ങൾക്ക് ഭൂമിക്ക് മേൽ നോട്ടാവകാശം ഉണ്ടായിരുന്നു. സാമൂതിരിയുടെ കാലത്ത്, വള്ളൂക്കോനാതിരിയുടെ കാലത്ത് ഒക്കെ ഉണ്ടായിരുന്നു. ഈ നായർ കുടുംബങ്ങളെല്ലാം തന്നെ എടത്തറ എന്ന് പറയുന്നത്, കവളപ്പാറ എന്ന് പറയുന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നായർ തറവാടായിരുന്നു. ഈ നമ്മുടെ അങ്ങാടിപ്പുറം കേന്ദ്രമാക്കിയിട്ടുള്ള ഇതിന് സമാനമായ ഒരു നായർ തറവാടായിരുന്നു ഈ മണ്ണാർക്കാട് മൂപ്പിൽ നായരുടേത് എന്ന് പറയുന്നത്. ആ 16 കെട്ടൊക്കെ ഇന്നും അവശിഷ്ടമായിട്ട് അല്ലെങ്കിൽ ഭൂതകാല സ്മരണയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. മണ്ണാർക്കാട് പൂരം നടത്തിയിരുന്നത് മണ്ണാർക്കാട് മൂപ്പിൽ നായരാണ്. അതേ കണക്ക് അവിടുത്തെ ചന്ത നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമാണ്. എന്ന് വെച്ചാൽ ആ സ്കൂൾ ആദ്യം ആരംഭിക്കുന്നത് മണ്ണാർക്കാട് അദ്ദേഹമാണ്. എന്ന് വെച്ചാൽ മണ്ണാർക്കാടിന്റെ എല്ലാമായിരുന്നു, അധികാര കേന്ദ്രമായിരുന്നു മണ്ണാർക്കാട് മൂപ്പിൽ നായർ. ബ്രിട്ടീഷ് കാലഘട്ടത്തിലൊക്കെ ബ്രിട്ടീഷുകാർക്ക് അട്ടപ്പാടിയിൽ നിന്ന് തടി വെട്ടിക്കൊടുക്കുന്നതിനുള്ള അവകാശം അല്ലെങ്കിൽ തടി വെട്ടിക്കൊടുത്തുകൊണ്ടിരുന്നത് അദ്ദേഹമാണ്. അങ്ങനെ ധാരാളം സമ്പത്തുള്ള രാജാവിൻ്റെ കാവൽ പടയാളികൾ ആയിരുന്ന ആളുകളാണ്. ഇദ്ദേഹത്തിന് വലിയ രാജാവിനെ സഹായിക്കാനുള്ള പടയാളികളൊക്കെ ഉണ്ടായിരുന്ന നായർ കുടുംബമാണ്. ഇവർക്ക് ഭൂതകാലത്ത് ഉണ്ടായിരുന്ന അവകാശം ഇന്ന് വർത്തമാനത്തിലും ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കാരണം ഞങ്ങളുടെ അവകാശമൊന്നും റദ്ദ് ചെയ്തിട്ടില്ല എന്നാണ് ഇവർ അവരുടെ അപേക്ഷകളിൽ അല്ലെങ്കിൽ പരാതികളിൽ ആവശ്യപ്പെടുന്നത്. എന്നുവെച്ചാൽ ജന്മിത്വം അവസാനിപ്പിച്ച ഒരു സംസ്ഥാനമായി കേരളത്തെ അവർ അംഗീകരിക്കുന്നില്ല. മണ്ണാർക്കാട് മൂപ്പിൽ നായരുടെ അധികാര അവകാശങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അട്ടപ്പാടിക്ക് മേൽ ആയിരക്കണക്കിന് ഭൂമിയുടെ അവകാശം അവർക്കുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു. ഈ റിപ്പോർട്ടിൽ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ കുന്നത്ത് മാടമ്പിൽ സ്വരൂപത്തിന് ഈ അട്ടപ്പാടി പ്രദേശത്ത് വലിയ ഭൂ അധികാരം ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. ഈ എന്താണ് ഈ സ്വരൂപം? രണ്ടാമത്തെ ഒരു കാര്യം, എങ്ങനെയാണ് അവർക്ക് ഇന്ന്, ഇപ്പൊ നേരത്തെ ജന്മിത്വ വ്യവസ്ഥയുള്ള സമയത്ത് ഇങ്ങനെ ഒരു അധികാരം ഉണ്ടാകും നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം. പക്ഷെ ഈ ആധുനിക കാലത്ത് എങ്ങനെയാണ് ഈ കുടുംബത്തിന് ഇപ്പോഴും അധികാരം കൈയാളാൻ കഴിയുന്നത്? അത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കുള്ളിൽ തിരുവിതാംകൂർ രാജാവിന് പോലും നിലവില് പഴയ രാജാധികാരമില്ല. അവരും ജനാധിപത്യ വ്യവസ്ഥയ്ക്കുള്ളിലേക്കായി. പഴയ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മേലുള്ള ചെറിയ അവകാശങ്ങളും ഈ നിലവിലെ പഴയ കൊട്ടാരത്തിന് മേലുള്ള അവകാശങ്ങളും ഒക്കെ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. പക്ഷേ ഈ മൂപ്പിൽ നായരുടെ കുടുംബം പറയുന്നത് അവർക്ക് 1,80,000 ഏക്കറിന്റെ അവകാശം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിനവര് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മലബാർ ഗസറ്റിയറാണ്. അത് ഏതാണ്ട് 904 അല്ലെങ്കിൽ 10 കാലത്ത് വരുന്ന ഇന്നസിന്റെ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നത് അട്ടപ്പാടിയുടെ അവകാശത്തെ സംബന്ധിച്ച് 3 നായർ കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കമുണ്ടാകുന്നു. ഒന്ന് പാലാട്ട് മേനോന്മാർ എന്ന് പറയുന്ന കുടുംബം, 2 ഏറാൾപ്പാട് രാജ എന്ന് പറയുന്ന സംഘം, അതും ഒരു നായർ തറവാടാണ്. ഇനി മൂന്നാമത് ഈ മണ്ണാർക്കാട് മൂപ്പിൽ നായർ. ഇവര് ഭൂമിക്ക് വേണ്ടി, അവകാശത്തിന് വേണ്ടി രക്തച്ചൊരിച്ചിൽ നടന്നു എന്നാണ് ബ്രിട്ടീഷ് രേഖകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് ശരിയാണെങ്കിൽ അന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച് ഇവരുമായി ചർച്ച നടത്തുകയും 40-45 കുന്നുകളുടെ അവകാശം മണ്ണാർക്കാട് മൂപ്പിൽ നായർക്കും, അതേപോലെ 10 എണ്ണം പാലാട്ട് കുടുംബത്തിനും, അതോടൊപ്പം ഏറാൾപ്പാട് രാജയ്ക്ക് 15 മലകളുടെ അവകാശം എന്നൊക്കെ പറഞ്ഞ് ബ്രിട്ടീഷുകാർ ഒരു സന്ധി ചെയ്ത് പറഞ്ഞു വിടുന്നുണ്ട്. അവകാശം എന്ന് പറഞ്ഞാൽ മേൽനോട്ട അവകാശമാണ്. ഈ മേൽനോട്ട അവകാശമാണ് അവരിപ്പോഴും ഉന്നയിക്കുന്നത്. കാരണം നമ്മുടെ
സർക്കാരിന് മുന്നിൽ ഇവരെത്തിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഭൂമിയിന്മേലുള്ള അവകാശം എന്ന് ചോദിച്ചപ്പം ഇവരുടെ കയ്യിലുള്ള ഏക രേഖ നമ്മുടെ മലബാർ ഗസറ്റിയറിൻ്റെ 1-2 പേജുകൾ മാത്രമാണ്. അതിനപ്പുറം ഒരു രേഖയും ഹാജരാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ ഭരണ സംവിധാനത്തിനുള്ളിൽ ഞാൻ ലളിതമായി പറഞ്ഞാൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന രജിസ്ട്രേഷൻ മന്ത്രിക്ക് മേലും അതേപോലെ തന്നെ കെ രാജൻ എന്ന റവന്യൂ മന്ത്രിക്ക് മേലും വലിയ സ്വാധീനം ചെലുത്താൻ ഈ കുടുംബത്തിന് കഴിയുന്നു എന്നാണ് നമ്മളിപ്പം വർത്തമാനകാല അവസ്ഥയിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയുന്നത്. ഈ റിപ്പോർട്ടിൽ തന്നെ ഇത് പറയുന്നുണ്ട്, 575 ഏക്കർ ഭൂമിയാണ് ഈ അടുത്ത കാലത്ത് മൂപ്പിൽ നായർ കുടുംബത്തിലെ പുതിയ അവകാശികൾ കൈമാറ്റം ചെയ്തിരിക്കുന്നതെന്ന് നിയമസഭയിൽ രജിസ്ട്രേഷൻ മന്ത്രി തന്നെ പറയുന്നുണ്ട്, MK മുനീറിൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട്. ഇത്രയും വലിയ അളവിലുള്ള ഒരു ഭൂമി കൈമാറ്റം എങ്ങനെയാണ് പ്രായോഗികമായി ഈ നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ കേരളത്തിൽ സാധ്യമാവുന്നത്? നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, അട്ടപ്പാടി അഗളി സബ് രജിസ്ട്രാർ ഓഫീസിൽ ആധാരമെഴുത്തുകാർ 2 ചേരിയായി. നേരത്തെ നടന്നിരുന്ന എല്ലാ ആധാരങ്ങളിലും ആധാര എഴുത്തുകാർ ഒറ്റ ചേരിയാണ്. കാരണം അവർ വീതിച്ചെടുക്കുന്നത് കൊണ്ട് ഒരു വിവരവും പുറത്തു വരാറില്ല. ആധാരമെഴുത്ത് അസോസിയേഷനാണ് ഈ വിവരം കേരളത്തോട് പറഞ്ഞത്. അവർ കടന്നപ്പള്ളി രാമചന്ദ്രന് ഒരു പരാതി നൽകിയിരുന്നു. എനിക്ക് തോന്നുന്നു 2024 നവംബറിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. പരാതി നൽകുന്നത് ഈ 575 ഏക്കർ ഭൂമി ഈ കുടുംബം ആധാരം നടത്തി വിറ്റിരിക്കുന്നു, ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞു. അപ്പം ഇവരുടെ ഈ രവീന്ദ്രദാസ് എന്ന ആധാരമെഴുത്തുകാരൻ്റെ നേതൃത്വത്തിലാണ് ഈ പരാതി നൽകുന്നത്. ഈ പരാതിയിന്മേൽ കാര്യമായ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. ആ സമയത്താണ് നിയമസഭ തുടർന്ന് വന്ന നിയമസഭയിൽ MK മുനീർ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. നിയമസഭയിൽ മന്ത്രി 575 ഏക്കർ ആധാരം നടത്തി എന്ന് സമ്മതിച്ചു. വിൽപ്പന നടത്തി എന്ന്, ആധാരം നടത്തി വിൽപ്പന നടത്തി എന്ന് മന്ത്രി അംഗീകരിച്ചു, കടന്നപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ആധാരമെഴുത്ത് ആളുകൾ തന്ന പരാതിയിൽ അന്വേഷണം നടത്തിയപ്പോൾ ഈ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഇതിൽ കാര്യമായ ബന്ധമൊന്നുമില്ല. കാരണം രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് 15 ഏക്കറിൽ കൂടുതൽ ഭൂമിയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. രണ്ടാമത്, കോട്ടത്തറ വില്ലേജിലെ വില്ലേജ് ഓഫീസർ ഈ കൈവശ സാക്ഷ്യപത്രം കൊടുത്തു എന്നും റവന്യൂ വകുപ്പ് നൽകിയ സാക്ഷ്യപത്രത്തിന്റെ പിന്നിലാണ് വിൽപ്പന നടത്തിയിരിക്കുന്നു എന്നാണ്. ഇത് വേറൊരു കാര്യമാണ്. കാരണം എൻ്റെ വകുപ്പ് ഇതിൽ നിയമപരമായ ലംഘനമൊന്നും നടത്തിയിട്ടില്ല, റവന്യൂ വകുപ്പാണ് നിയമലംഘനം നടത്തിയിരിക്കുന്നതെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു. ഒപ്പം അദ്ദേഹത്തോട് ചെന്ന ചോദ്യം, ചാരിറ്റബിൾ സൊസൈറ്റികളുടെ പേരിൽ അവിടെ വലിയ തോതിൽ 100 കണക്കിന് ഏക്കർ വിൽപ്പന നടക്കുന്നുണ്ടോ എന്നാണ്. അതും അദ്ദേഹം അംഗീകരിച്ചു. ചാരിറ്റബിൾ സൊസൈറ്റികൾക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താവോ എന്ന ചോദ്യത്തിനും അദ്ദേഹം വ്യക്തമായ ഉത്തരം നൽകുന്നില്ല. കാരണം രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റി അട്ടപ്പാടിയിൽ പോയിട്ട് ആദിവാസികളുടെ ഭൂമി അല്ലെങ്കിൽ വ്യാജരേഖയുണ്ടാക്കി ഭൂമി വിൽപ്പന നടത്തുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിനും അദ്ദേഹത്തിന് ഉത്തരമില്ല എന്നതാണ് രജിസ്ട്രേഷൻ മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത്. ഇനി രണ്ടാമത്തെ കാര്യം, രജിസ്ട്രേഷൻ മന്ത്രിയുടെ മറുപടി കേട്ട KK രമ റവന്യൂ മന്ത്രിക്ക് മുന്നിൽ ഇതൊരു സബ്മിഷനായി അവതരിപ്പിച്ചു. മൂപ്പിൽ നായരുടെ കുടുംബം 575 ഏക്കർ വിറ്റിരിക്കുന്നു, ഇതെങ്ങനെയാണ് ഈ കൈവശ സാക്ഷ്യപത്രം നൽകിയത് എന്നായിരുന്നു അവരുടെ ചോദ്യം. അതിന് മന്ത്രി പറഞ്ഞ മറുപടി അതിവിചിത്രമാണ്. റവന്യൂ വകുപ്പ് ഈ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, ആധാരം വിൽപ്പന നടത്തിയിരിക്കുന്നത് രജിസ്ട്രേഷൻ വകുപ്പാണ്, അതുകൊണ്ട് റവന്യൂ വകുപ്പിന് ഇതിൽ പങ്കില്ല. എങ്കിലും റവന്യൂ വകുപ്പ് കൈവശരേഖ നൽകില്ല, നികുതി അടച്ച രസീത് നൽകില്ല, ഇനി പോക്കുവരവും നൽകില്ല എന്ന് നിയമസഭയിൽ വ്യക്തമാക്കി. ഈ 2 മന്ത്രിമാരും ഇത്രയും വ്യക്തമാക്കിയിട്ടും സബ് രജിസ്ട്രാർ ഇപ്പോഴും ആധാരം നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലും ആധാരം നടത്തി എന്നാണ് ഈ ആധാര എഴുത്തുകാർ പുറത്തുവിട്ടേക്കുന്ന വിവരം. അത് ശരിയാണ് എങ്കിൽ ഇപ്പോഴും ആധാരം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. മാത്രമല്ല, അവിടുത്തെ സബ് രജിസ്ട്രാർ പറയുന്നൊരു മറുപടി,
കോടതി ഉത്തരവ് വഴിയാണ് ഈ ഭൂമി മുഴുവൻ ആധാരം നടത്തി വിൽക്കുന്നത് എന്നാണ്. അങ്ങനെ മൂപ്പിൽ നായരുടെ കുടുംബത്തിന് എന്ത് കോടതി ഉത്തരവാണ് അവരുടെ കയ്യിലുള്ളത് എന്ന് വെളിപ്പെടുത്താനും ഈ സബ് രജിസ്ട്രാർ തയ്യാറായിട്ടില്ല. ഇപ്പം സബ് രജിസ്ട്രാറും വില്ലേജ് ഓഫീസറും സർക്കാരിന്റെ രണ്ട് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഈ വിൽപ്പന നടക്കുന്നത്. കേരളത്തിൽ നിയമം ലംഘിക്കപ്പെടുന്നത്. ഈ നമ്മുടെ ഇടുക്കിയിൽ അടുത്ത കാലത്തുണ്ടായ ചൊക്രമുടിയുണ്ട്, 14.5 ഏക്കർ ഭൂമിയാണ്. ആ 14.5 ഏക്കർ ഭൂമിക്ക് വ്യാജ പട്ടയുണ്ടാക്കി വിൽപ്പന നടത്തുന്നു, അല്ലെങ്കിൽ അത് കയ്യേറുന്നു. ഉന്നതതല അന്വേഷണം നടത്തുന്നു. അതിന് നേതൃത്വം നൽകി അല്ലെങ്കിൽ അത് ഭൂമി അളന്നു കൊടുത്ത സർവേയറെ സസ്പെൻഡ് ചെയ്യുന്നു. അദ്ദേഹത്തെ ഇപ്പം തിരിച്ചെടുത്തിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്യുന്നു. ആ മുഴുവൻ പട്ടയവും റദ്ദ് ചെയ്യുന്നു. 14.5 ഏക്കറാണ് എന്ന് നമ്മൾ ഓർക്കണം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ മുൻ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും മാറി മാറി 14.5 ഏക്കറിന് വേണ്ടി വാദിക്കുന്നു. രണ്ടു കൂട്ടരും ഇടുക്കിയിലെത്തുന്നു, ചൊക്രമുടി സന്ദർശിക്കുന്നു. ഈ 575 ഏക്കറിന്റെ കാര്യം പുറത്തു വന്നിട്ട് പ്രതിപക്ഷ നേതാവില്ല, മുൻ പ്രതിപക്ഷ നേതാവില്ല, പ്രതിപക്ഷത്തെ ഒരു രാഷ്ട്രീയ കക്ഷിയും ഈ 575 ഏക്കറിന്റെ വിൽപ്പന നടന്നിട്ട് രംഗത്ത് വരുന്നില്ല എന്നത് നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പിൽ നായരുടെ കുടുംബത്തിന്റെ പുതിയ അവകാശികൾ കേരളം ഭരിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ നടക്കുന്നത്. രജിസ്ട്രേഷൻ വകുപ്പിന് സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞൊഴിയുന്നു, റവന്യൂ വകുപ്പ് നടപടിയെടുക്കുന്നില്ല, കേരളത്തിലെ പ്രതിപക്ഷം അതിനെ ശക്തമായ ഒരു പ്രശ്നമായി ഉന്നയിക്കുന്നില്ലെന്ന് പറയുമ്പം കേരളം ഭരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് നിർണായക ശക്തി ഉണ്ട് എന്നല്ല ഇത് കാണിക്കുന്നത്. ശരിക്കും ഇത് അട്ടപ്പാടിയിൽ ഇപ്പോൾ മൂപ്പിൽ നായരുടെ കുടുംബത്തിന് മാത്രമല്ല, അട്ടപ്പാടി നമുക്ക് കാണാവുന്ന 2010 കാലത്താണ് കാറ്റാടി കമ്പനി ഭൂമി കയ്യേറിയ ഏതാണ്ട് ഒരു 608ഓളം ഏക്കർ ഭൂമി കയ്യേറിയ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആ കാലത്ത് അപ്പോൾ ചീഫ് സെക്രട്ടറി പ്രഭാകരനായിരുന്നു. അത് കഴിഞ്ഞ് നിവേദിത പീഹറിന്റെ ഉത്തരവും വരുന്നുണ്ട്. ആ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ആ കാലത്ത് ഭൂമി കയ്യേറിയവർക്കൊന്നും ഭൂമി നഷ്ടപ്പെട്ടില്ല. കാരണം വ്യാജ ആധാരം ഉണ്ടാക്കി ഭൂമി വിൽപ്പന നടത്തിയവർക്കോ ഭൂമി വാങ്ങിച്ചവർക്കോ ആർക്കും നഷ്ടമുണ്ടായില്ല. എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇന്നും അവർക്ക് കൈവശം ഭൂമി ഉണ്ട് എന്നതാണ്. തിരിച്ചുപിടിക്കൽ നടന്നില്ല ഇത്രയും വർഷം കഴിഞ്ഞിട്ടും. എന്ന് വെച്ചാൽ കോടതി വ്യവഹാരത്തിലേക്ക് പോയി, സർക്കാർ ഉത്തരവിറക്കി. ആ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അവർ കോടതിയിലേക്ക് പോയി. കോടതി ഇതുവരെ ആ കേസിൽ തീരുമാനമെടുത്തിട്ടില്ല. അവർ പലരും ഭൂമി ഇന്ന് ഉപയോഗിച്ചു പോരുന്നുണ്ട്. അതുകൊണ്ട് ഭൂമി കയ്യേറിയാൽ അത് നിലനിർത്താൻ കഴിയുന്ന ഒരു സ്ഥിതി അട്ടപ്പാടിയിലുണ്ട് എന്ന് ഭൂമാഫിയയ്ക്ക് ബോധ്യപ്പെട്ടു. അട്ടപ്പാടിയിൽ നടക്കുന്നത് വ്യാജ രേഖയുണ്ടാക്കി ആധാരം ഉണ്ടാക്കി അത് രജിസ്റ്റർ ചെയ്യുന്നു. അത് പലതവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു. പലതവണ കൈമാറ്റം ചെയ്തതിന് ശേഷം ഒരാളിൻ്റെ കയ്യിലെത്തുമ്പോൾ അയാൾ നികുതി അടയ്ക്കാൻ വില്ലേജിലെത്തും. വില്ലേജിലെത്തുമ്പോൾ വില്ലേജിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞാൽ നികുതി അടച്ച് കിട്ടും. അതല്ലെങ്കിൽ തഹസീൽദാരേക്ക് എത്തും. തഹസീൽദാർ പറയുന്നത് നിങ്ങൾ കോടതിയിൽ പോയി അനുമതി വാങ്ങി വന്നാൽ നികുതി അടച്ച് രസീത് നൽകാം. അപ്പൊ കോടതിയിൽ പെട്ടെന്ന് പോയിട്ട് അവർ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുമായിട്ട് വന്നിട്ട് നികുതി അടയ്ക്കും. അപ്പോഴും ഇവർക്ക് ഭൂമി എവിടെയാണെന്ന് അറിയില്ല. എൻ്റെ കയ്യിലുള്ള കടലാസ് മാത്രമാണ്. ആ കടലാസ് മാത്രമായിട്ട് കോടതിയിൽ പോകുന്നു, നികുതി അടയ്ക്കാൻ അനുമതി വാങ്ങുന്നു, തിരിച്ചു വരുന്നു. നികുതി അടച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് ഭൂമി അളന്നു കിട്ടാൻ വീണ്ടും കോടതിയിൽ എത്തുന്നു. അളക്കാൻ ഭൂമിയിൽ കയറാൻ ആരെങ്കിലും തടസ്സം നിൽക്കുന്നു എന്നാണ് പലപ്പോഴും കോടതി പറയുന്നത്. അപ്പോൾ കോടതി പോലീസ് സംരക്ഷണത്തോടെ ഭൂമി അളക്കാൻ അനുമതി നൽകുന്നു. അതോടുകൂടി ഭൂമി അളക്കുന്നു, വൈദ്യുതി വേലി ഇടുന്നു, അവർ ഭൂമി സ്വന്തമാക്കുന്നു. ചിലപ്പോൾ ആദിവാസി ഊരിനോടുള്ള സ്ഥലമായിരിക്കാം, ആദിവാസികൾ മാടുകൾ മേയുന്ന സ്ഥലമായിരിക്കാം. ആദിവാസികൾക്ക് എതിർക്കാൻ കഴിയില്ല. കാരണം പോലീസ് സംരക്ഷണയോടെയാണ് ഇവരെത്തുന്നത്. അവരുടെ കയ്യിൽ ആധാരമുണ്ട്, നികുതി അടച്ച രസീതുണ്ട്, കൈവശ രേഖയുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ആദിവാസികൾ ശബ്ദിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് കുറച്ച് പൈസ കൊടുത്ത് അവരെ നിശബ്ദമാക്കാനും മാഫിയയ്ക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഭൂമി കയ്യേറ്റം എന്നത് അട്ടപ്പാടിയിൽ ഒരു സവിശേഷ പ്രവർത്തനമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ നിയമവിരുദ്ധ പ്രസ്ഥാനം അവിടെ നിലനിൽക്കുന്നു എന്ന് നമുക്ക് കാണാം. ഈ അനുഭവത്തിൽ നിന്നാണ് മൂപ്പിൽ നായരുടെ സംഘം രംഗത്ത് വന്നിരിക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾക്ക് അവകാശമുള്ള ഭൂമി വ്യാജരേഖയുണ്ടാക്കി മറ്റുള്ളവർ കയ്യേറുന്നു, അത് ഗവൺമെന്റ് പരിശോധിക്കണം എന്ന് പറഞ്ഞാണ് അവർ പരാതി നൽകുന്നത്.
ഞങ്ങൾക്ക് അവകാശമുള്ള ഭൂമി മറ്റുള്ളവർ വ്യാജരേഖയുണ്ടാക്കി തട്ടിയെടുക്കുന്ന അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാണ് അവർ ഒരർത്ഥത്തിൽ പരാതി നൽകുന്നത്. അതേസമയം 2000 ഏക്കറിന്റെ മേലുള്ള അവകാശം ഈ ആധുനിക കാലത്തും മൂപ്പിൽ നായർ കുടുംബത്തിനുണ്ടെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ ഇതിൽ മനസ്സിലാകാത്തൊരു കാര്യം, ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനമാണല്ലോ കേരളം. ഓരോ കുടുംബത്തിനും അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 1.45 ലക്ഷം ഏക്കറാണ് ഇപ്പം ഈ മൂപ്പിൽ നായരുടെ അവകാശപ്പെടുന്നത്. അതെങ്ങനെയാണ്, അത് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവാത്ത കാര്യം, എങ്ങനെയാണ് നിയമത്തെ ഈ രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ട് പൊതുവായി പബ്ലിക്കായിട്ട് തന്നെ ഇങ്ങനെ അവകാശം ഉന്നയിക്കാൻ അവർക്ക് കഴിയുന്നതെന്നുള്ളതാണ്. അതിനെ അവർ പറയുന്ന സാമൂതിരി 1,80,000 ഏക്കർ ഞങ്ങൾക്ക് മേൽനോട്ട അവകാശം തന്നു. 35,000 ഏക്കർ ബ്രിട്ടീഷ് രാജ്ഞി സൈലന്റ് വാലിക്കും ശിരുവാണി പദ്ധതിക്കുമായിട്ട് ഏറ്റെടുത്തു. ബാക്കി 1,40,45,000 ഏക്കർ ഞങ്ങളുടെ കൈവശം തന്നെയുണ്ട് എന്ന് അവകാശപ്പെടുന്നു ഒരു ഭാഗത്ത്. അതേസമയം 2000 ഏക്കറിന്റെ വർത്തമാനകാലത്ത് 2000 ഏക്കറിന്റെ മേലുള്ള അവകാശമേ അവർ ഉന്നയിക്കുന്നുള്ളൂ. 2000 ഏക്കർ നിങ്ങളുടെ ചോദ്യം അനുസരിച്ച് എന്തുകൊണ്ടാണ് ഭൂപരിഷ്കരണത്തിന് ശേഷം 2000 ഏക്കറിൽ അവകാശപ്പെടുന്നത് എന്നാണ്. ഇപ്പോൾ ഭൂപരിഷ്കരണം 1970 ജനുവരി 1 നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ മിച്ചഭൂമി ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം അതാത് താലൂക്ക് ലാൻഡ് ബോർഡുകൾക്കായിരുന്നു. ഇപ്പോഴും നമുക്ക് സംസ്ഥാന ലാൻഡ് ബോർഡിൽ 688 താൽക്കാലിക ജീവനക്കാരുണ്ട്. അവർക്ക് ഇപ്പോഴും 1 കൊല്ലം വീണ്ടും നീട്ടിക്കൊടുത്തു. എന്ന് വെച്ചാൽ കേരളത്തിലെ മിച്ചഭൂമി കേസുകൾ അവസാനിച്ചിട്ടില്ല. അത് ഈ 15 ഏക്കറിലധികം ഭൂമി കൈയടക്കുന്ന പുതിയ ഭൂപ്രഭുക്കൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും 15 ഏക്കറിൽ കൂടുതൽ കൈവശം വെച്ചിരിക്കുന്നെങ്കിൽ അവരെ 15 ഏക്കറിലധികമുള്ളത് തിരിച്ചു പിടിക്കേണ്ടത് താലൂക്ക് ലാൻഡ് ബോർഡിന്റെ ഡ്യൂട്ടിയാണ്. അത് നിർവഹിക്കാനാണ് ഇത്രയധികം ഉദ്യോഗസ്ഥരെ താൽക്കാലിക നിയമനക്കാരായി എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ താലൂക്ക് ലാൻഡ് ബോർഡ് എന്ത് പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് അട്ടപ്പാടിയുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ കണ്ടാൽ മതി. ഇപ്പം PV അൻവറിന്റെ വിഷയം അൻവർ തന്നെ പറയുന്നു, മിച്ചഭൂമി കേസാണ് എൻ്റെ ഭൂമിക്ക് മേലുള്ളത്, അതുകൊണ്ട് വിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. താലൂക്ക് ലാൻഡ് ബോർഡ് ഇടപെട്ടതുകൊണ്ടാണ്, പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം. അട്ടപ്പാടിയിൽ ആദ്യം മണ്ണാർക്കാട് താലൂക്ക് ലാൻഡ് ബോർഡായിരുന്നു, അത് കഴിഞ്ഞ് ഒറ്റപ്പാലം താലൂക്ക് ലാൻഡ് ബോർഡായിരുന്നു, അത് കഴിഞ്ഞിപ്പോൾ അഗളിയിൽ താലൂക്ക് ലാൻഡ് ബോർഡ് വരും, താലൂക്ക് ആവുന്നുണ്ട്. ഈ താലൂക്ക് ലാൻഡ് ബോർഡ് 1970 തന്നെ മിച്ചഭൂമിയായി ഏറ്റെടുക്കേണ്ടതാണ് ഏത് മൂപ്പിൽ നായരുടെ കുടുംബത്തിന്റെ അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമി. താലൂക്ക് ലാൻഡ് ബോർഡിൽ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. താലൂക്ക് ലാൻഡ് ബോർഡ് ഇതുവരെ ഒരു നടപടി അതിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ താലൂക്ക് ലാൻഡ് ബോർഡ് ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ഈ ഭൂമി സ്വാഭാവികമായി നിയമപരമായി സർക്കാർ ഭൂമിയായി കഴിഞ്ഞു, സർക്കാരിൽ നിക്ഷിപ്തമായി കഴിഞ്ഞു. അതിന്റെ ഞാൻ അന്വേഷിച്ചിടത്തോളം അറിഞ്ഞത് മൂപ്പിൽ നായർക്ക് മണ്ണാർക്കാട് തന്നെ 15 ഏക്കറിലധികം ഭൂമി ഉണ്ടായിരുന്നു. അപ്പം മണ്ണാർക്കാട് താലൂക്ക് ലാൻഡ് ബോർഡിൽ മണ്ണാർക്കാടുള്ള ഭൂമിയുടെ മേലുള്ള അവകാശത്തിന് അവർ അപേക്ഷ കൊടുത്തു. അപ്പൊ അവിടെ 15 ഏക്കറിലുള്ളതിൽ അധികമുള്ള ഭൂമി മിച്ചഭൂമിയായി സർക്കാർ ഏറ്റെടുത്തു. അട്ടപ്പാടി ഇന്നത്തെ താലൂക്കിൽ അല്ലെങ്കിൽ അട്ടപ്പാടിയിലെ വിവിധ വില്ലേജുകളിലുള്ള ഭൂമിയെക്കുറിച്ച് അതിൻ്റെ അവകാശത്തെക്കുറിച്ച് ഒരു അവകാശവാദവും ആരുന്നയിച്ചില്ല. മണ്ണാർക്കാട് മൂപ്പിൽ നായരുടെ കുടുംബം ഏതാണ്ട് 2013 വരെ ഉന്നയിച്ചില്ല. അതായത് ഇപ്പൊ എനിക്ക് നേരത്തെ ഒരു 100 ഏക്കർ ഭൂമി ഉണ്ടെന്ന് കരുതുക. അപ്പൊ ഞാൻ അതിൽ 15 ഏക്കർ എനിക്ക് അനുവദിച്ചു തരണം എന്ന അപേക്ഷ നൽകാത്ത കാലത്തോളം ഈ 100 ഏക്കർ ഭൂമി എന്റെ പേരിൽ തന്നെ കിടക്കുന്ന ഇല്ല. ഇത് നമ്മൾ കാണേണ്ട വേറൊരു ഘടകം കൂടിയുണ്ട്. നിങ്ങളിപ്പം ഒരു ജന്മിക്ക് ജന്മാവകാശം ഉണ്ടായിരുന്നു 500 ഏക്കറിൽ അല്ലെ 1000 ഏക്കറിൽ. അത് ആ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് താലൂക്ക് ലാൻഡ് ബോർഡിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് 15 ഏക്കർ ഏറ്റെടുക്കുകയും ബാക്കി ഇളവ് നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മിച്ചഭൂമിയായി ഏറ്റെടുക്കുകയും ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർക്കണം, അവിടെ സർവേ ചെയ്യാത്ത ലാൻഡാണ് അട്ടപ്പാടി. ഈ സർവേ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ താലൂക്ക് ലാൻഡ് ബോർഡിന്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലായിരുന്നു. മിച്ചഭൂമി ഉള്ളവര് മിച്ചഭൂമി കൊണ്ട് കൊടുത്തിട്ടില്ല, അല്ലെ അപേക്ഷ കൊടുത്തിട്ടില്ല. ഇനി ഈ നമ്മുടെ മൂപ്പിൽ നായർ കുടുംബത്തിന് തന്നെ എങ്ങനെയാണ് ഭൂമിയിൽ അവകാശം പറയാൻ കഴിയുക? അവരെ ഒരു രേഖയില്ല. അപ്പം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി പറയുന്നതനുസരിച്ച് രാജകീയ വിളംബരം അവർ ഹാജരാക്കിയാലും അസാധുവാണ്. കാരണം നമ്മുടെ ഭൂപരിഷ്കരണ നിയമം പോലൊരു നിയമം കേരളം പാസാക്കിയത് കൊണ്ട് രാജകീയ വിളംബരം പ്രകാരം ഞങ്ങൾക്ക് ഭൂമി ലഭിച്ചിരുന്നു എന്ന് അവർ വാദിച്ചാലും നിലനിൽക്കില്ല.
അതുകൊണ്ട് നിയമമനുസരിച്ച് ഇത് സർക്കാർ ഭൂമിയായി സർക്കാരിൽ നിക്ഷിപ്തമായി ഈ വിവരം നിയമ സെക്രട്ടറിയും റവന്യൂ വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പം 2013 വരെ ഇവരിങ്ങനൊരു അവകാശവാദം ഉന്നയിക്കുകയോ താലൂക്ക് ലാൻഡ് ബോർഡിൽ അപേക്ഷ നൽകുകയോ ചെയ്തിട്ടില്ല. താലൂക്ക് ലാൻഡ് ബോർഡ് ഇവർക്ക് ഇളവും നൽകിയിട്ടില്ല, ഇവർക്ക് ഭൂമിയിൽ അവകാശവും ഇല്ല യഥാർത്ഥത്തിൽ. പക്ഷേ പഴയ സർവേ റിപ്പോർട്ടുകളിൽ എന്തുണ്ടായിരുന്നു? മൂപ്പിൽ നായർ വക എന്നെഴുതിയിട്ടിരുന്നു. A&B രജിസ്റ്ററിൽ പല സർവേയിലും ഇത്ര ഏക്കർ മൂപ്പിൽ നായർ വക എന്നെഴുതിയിട്ടിരുന്നു. ഈ രജിസ്റ്റർ എടുത്തു കൊണ്ടുവന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ഭൂമിയിൽ അവകാശമുണ്ടെന്ന് ഇവർ വാദിക്കുന്നു. റവന്യൂ വകുപ്പ് വളരെ ശക്തമായി അല്ലെങ്കിൽ വളരെ രേഖാപരമായി ഇവർക്ക് ഭൂമിയില്ല എന്ന് റിപ്പോർട്ട് നൽകില്ല. നിയമ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് തീരുമാനത്തിലെത്തി. പക്ഷേ അത് നടപ്പാക്കാൻ ഉദ്യോഗസ്ഥരില്ല എന്നതാണ് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി. ഈ മൂപ്പിൽ നായർ കുടുംബത്തിലെ ഒരംഗമായ ശ്രീധരൻ ഉണ്ണി, അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് റവന്യൂ ശശീന്ദ്രൻ ഉണ്ണി ഈ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ഒരു അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. ആ അന്വേഷണം പിന്നെ മുന്നോട്ട് പോയില്ലേ? അല്ല, അതിലാണ് ഞാൻ പറഞ്ഞത്. 2013 അവർ സർക്കാരിന് ഒരു കത്ത് കൊടുക്കുന്നു. കാറ്റാടിയുമായി ബന്ധപ്പെട്ട കേസ് ഉയർന്നു വരുമ്പോൾ ഞങ്ങൾക്ക് 2000 ഏക്കറിന്റെ മേൽ ഭൂമിയുടെ അവകാശമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഭൂമി പലരും തട്ടിയെടുത്തു, വ്യാജരേഖ ഉണ്ടാക്കി തട്ടിയെടുത്തിട്ടുണ്ട്. 1960 താത്തുണ്ണി നായർ എന്ന് പറയുന്ന അവസാനത്തെ മാടമ്പി മരിച്ചു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പും അദ്ദേഹം മരിച്ചതിന് ശേഷവും വ്യാജരേഖ ഉണ്ടാക്കി പലരും ഭൂമി തട്ടിയെടുത്തു. അതെല്ലാം അന്വേഷിക്കണം. അങ്ങനെ വ്യാജരേഖ ഉണ്ടാക്കി തട്ടിയെടുത്തത് മുഴുവൻ റദ്ദാക്കണമെന്ന് അപേക്ഷയിൽ ഒരു ഭാഗത്ത് പറഞ്ഞു. രണ്ടാമത്തെ ഭാഗത്ത് 2000 ഏക്കറിന്റെ അവകാശവാദം ഉന്നയിച്ചു. അത് റവന്യൂ വകുപ്പിൽ ചർച്ചയ്ക്ക് പരിശോധിക്കുന്നതിനിടയിൽ തന്നെ 2014 അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ ഈ കേസ് നീണ്ടുപോയിട്ട്, പ്രത്യേകിച്ച് ഇത് ഹൈക്കോടതിയിൽ പരിഗണിക്കേണ്ട ഒരു കേസ് തന്നെയല്ല ഭൂപരിഷ്കരണ നിയമം. ഇത് ഹൈക്കോടതിക്ക് മനസ്സിലായിട്ട് 2024 ജനുവരിയിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഒരു ഉത്തരവിട്ടു. ഇവരുടെ അവകാശവാദം സംബന്ധിച്ച ഇവരെ കേൾക്കാൻ നമ്മുടെ ചീഫ് സെക്രട്ടറി തയ്യാറാവണം എന്ന് പറഞ്ഞാണ് ഉത്തരവിട്ടത്. ശരിക്കും പറഞ്ഞാൽ കോടതി അത് ഇവരുടെ വാദങ്ങളൊന്നും പരിഗണിച്ചതേയില്ല. ഇത് റവന്യൂ വിഷയമാണ്, ഭൂവുടമസ്ഥതയാണ്, അതുകൊണ്ട് ചീഫ് സെക്രട്ടറി കേട്ടോളാൻ പറഞ്ഞു. ചീഫ് സെക്രട്ടറി അതെടുത്ത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൊടുത്തു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവർക്ക് ഹിയറിംഗ് നടത്താനുള്ള അനുമതി നൽകി. അപ്പോൾ ഇദ്ദേഹം നിങ്ങൾ പറഞ്ഞ ശശീന്ദ്രൻ ഉണ്ണി 73 വയസ്സുള്ള ആളാണ്, സർക്കാർ ജീവനക്കാരനായി റിട്ടയർ ചെയ്തതാണ്. അദ്ദേഹം റവന്യൂ വകുപ്പിനെ അറിയിച്ചു, എനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് എത്താൻ കഴിയില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ വീഡിയോ കോൺഫറൻസിലൂടെ മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ, അവശ നിലയിലാണെന്നാണ് അദ്ദേഹം അറിയിച്ചത്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി അതും അംഗീകരിച്ചു. അങ്ങനെ അതിന് ഡേറ്റ് നിശ്ചയിച്ചു. ഇദ്ദേഹവുമായി ഹിയറിംഗ് വീഡിയോ കോൺഫറൻസ് നടത്തി. അപ്പൊ ഇദ്ദേഹം പറയുന്നതിൽ യാതൊരു തെളിവുമില്ല എന്നാണ് റവന്യൂ വകുപ്പിന് ബോധ്യപ്പെട്ടത്. അപ്പം ഇത് ഒരു സംസാരമായിരുന്നല്ലോ, ഇദ്ദേഹത്തിന്റെ മൊഴിയാണല്ലോ. ആ മൊഴിയിൽ 2000 ഏക്കറിന്റെ അവകാശം ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ, തെളിവൊന്നുമില്ല. അപ്പം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവർക്ക് കത്തെഴുതി, നിങ്ങളുടെ കയ്യിൽ ഉള്ള അല്ലെ കൈവശമുള്ള രേഖകൾ എന്താണോ ആ രേഖകൾ മുഴുവൻ ഔദ്യോഗികമായി റവന്യൂ വകുപ്പിൽ എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ മുഴുവൻ രേഖകളും ഈ മൂപ്പിൽ നായർ കുടുംബം റവന്യൂ വകുപ്പിന് കൈമാറി. മുഴുവൻ രേഖകളും പരിശോധിച്ചപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു ഉത്തരവിറക്കിയത്. ഭൂപരിഷ്കരണ നിയമം പ്രകാരം അത് നടപ്പാക്കിയതിന് ശേഷം 1 സെന്റ് ഭൂമി പോലും കൈവശം വയ്ക്കാൻ, ഇത് അട്ടപ്പാടിയിൽ 1 സെന്റ് ഭൂമി പോലും കൈവശം വയ്ക്കാനുള്ള അവകാശം മൂപ്പിൽ നായർക്ക് കുടുംബത്തിനില്ല എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മുഴുവൻ ഭൂമിയും സർക്കാർ ഭൂമിയായി തീർന്നിരിക്കുന്നു എന്നാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. നമ്മൾ കാണേണ്ടത് ജനുവരി 10-ാം തീയതിയാണ് ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞതെങ്കിൽ ജനുവരി 24-ന് എന്ന് വെച്ചാൽ ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞത് ഇവരെ ഹിയറിംഗ് നടത്താനാണ്, ഇവരെ വാദം കേൾക്കാനാണ്. ഈ കോടതി ഉത്തരവ് കോട്ടത്തറ വില്ലേജിൽ കൊണ്ടുപോയിട്ട് കൈവശ അവകാശ സാക്ഷ്യപത്രം വാങ്ങുകയാണ് ഈ കുടുംബം ചെയ്തിരിക്കുന്നത്. കാരണം റവന്യൂ വകുപ്പ് ഇവർക്ക് 1 സെന്റ് ഭൂമി പോലും ഇല്ല എന്ന് പറയുന്നു. കോട്ടത്തറ വില്ലേജ് ഓഫീസർ ഇവർക്ക് ഭൂമിയുണ്ട് എന്ന് അല്ലെങ്കിൽ കൈവശ സാക്ഷ്യപത്രം
എഴുതി നൽകുന്നു. പക്ഷെ കോട്ടത്തറ വില്ലേജ് ഓഫീസർക്ക് ഒന്നും സംഭവിക്കുന്നില്ല. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മുകളിലാണോ കോട്ടത്തറ വില്ലേജ് ഓഫീസർ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. അതും 575 ഏക്കറല്ലേ അവിടെ? അല്ല, 575 ഏക്കറിന് സാക്ഷ്യപത്രം കൊടുത്തു. ഈ 2000 ഏക്കറിന് സാക്ഷ്യപത്രം കൊടുക്കാൻ വില്ലേജ് ഓഫീസർ തയ്യാറാണ്. ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് വില്ലേജ് ഓഫീസറെ മാറ്റി. വകുപ്പ് തല നടപടികളൊന്നും ഉണ്ടാവുന്നില്ലേ? ഞാൻ അതിൽ പറഞ്ഞത് വകുപ്പ് തര അന്വേഷണമേ ഉണ്ടാകുന്നില്ല. രജിസ്ട്രേഷൻ വകുപ്പ് അന്വേഷിക്കുന്നില്ല, റവന്യൂ വകുപ്പും അന്വേഷിക്കുന്നില്ല. നമ്മൾ റവന്യൂ മന്ത്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ കെ രാജൻ കേരളത്തിൽ റവന്യൂ മന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി, തൃശ്ശൂരിലെ വീട്ടിലെത്തി ആദിവാസികൾ പരാതി നൽകുന്നു. സെക്രട്ടേറിയറ്റിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും അദ്ദേഹത്തെയും കണ്ട് പരാതി നൽകുന്നു. നിയമസഭയിലെത്തി, നിയമസഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദിവാസികൾ സ്പീക്കറെ നേരിൽ കണ്ട് പരാതി നൽകുന്നു. അന്നത്തെ MLA-മാരെല്ലാം വന്നിട്ട് ഇവരുടെ പരാതിയുടെ കോപ്പി വാങ്ങുന്നുണ്ട്. ലാൻഡ് റവന്യൂ കമ്മീഷണറോട് ഏതാണ്ട് ഒരു 4 മണിക്കൂറോളം ഇരുന്ന് ആദിവാസികൾ അവരുടെ വിഷയങ്ങൾ പറയുന്നു. ഇത്രയും കാര്യങ്ങൾ അത് നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതിയിട്ട് നേരിട്ട് വന്ന് കണ്ട് അദ്ദേഹത്തോട് പരാതി പറയുന്നു. ഈ കാര്യങ്ങളിൽ നിന്നും ഹൈക്കോടതി ഒരു ഉത്തരവൊക്കെ ഇട്ടിരുന്നു അന്വേഷണത്തിന്, പക്ഷെ എങ്ങും എത്തിയില്ല. റവന്യൂ മന്ത്രിക്ക് അറിയാത്ത കാര്യമല്ല ഇത്. അട്ടപ്പാടിയിൽ മൂപ്പിൽ നായർ എന്ന് മാത്രമല്ല, ആദിവാസി ഭൂമി വൻതോതിൽ കയ്യേറിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മന്ത്രി കെ രാജൻ അറിയാം. പക്ഷേ റവന്യൂ വകുപ്പിൽ നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹം പല കാര്യങ്ങളിലും, ഇപ്പൊ ഹാരിസൺ ഭൂമിയുടെ കാര്യത്തിൽ എടുത്തതുപോലെ, ഇത് നയപരമായി സർക്കാർ തീരുമാനമെടുക്കട്ടെ എന്ന നിലയിൽ അദ്ദേഹം ഒഴിയുകയാണ്. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. സർക്കാരിന് മുന്നിൽ ഈ വിഷയം എത്തുന്നില്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പട്ടികവർഗ ഡെപ്യൂട്ടി ഡയറക്ടറെ അന്വേഷണത്തിന് അട്ടപ്പാടിയിലേക്ക് വിട്ടത്. അദ്ദേഹം നല്ല റിപ്പോർട്ടാണ് തയ്യാറാക്കി കൊടുത്തേക്കുന്നത്. കാരണം ഇത് റവന്യൂ ഉന്നതല അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ്. ആ റിപ്പോർട്ടിൽ നടപടിയില്ല. എന്ന് വെച്ചാൽ അട്ടപ്പാടിയുടെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ അനാസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഭൂമാഫിയയ്ക്ക് അനുകൂലമായ അനാസ്ഥയാണ്. ഇതിൽ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ 2000 ഏക്കറിന്റെ അവകാശമാണല്ലോ ഇവർ ഉന്നയിക്കുന്നത്. ആദിവാസികൾ പല പല കേന്ദ്രങ്ങളിലും പോയി അപേക്ഷ നൽകുന്നുണ്ട്, പരാതി നൽകുന്നുണ്ട്. ഇതിൽ കൃത്യമായി ആദിവാസി ഭൂമി അന്യാധീനപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതിന് തെളിവുകളുണ്ടോ? അല്ല, അതിന്റെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അവിടെ അൺസർവേഡ് ലാൻഡ് എന്ന് പറയുന്ന സർവേ ചെയ്യാത്ത ഭൂമി എന്ന് പറയുന്നത് ശരിക്കും ആദിവാസികൾ ആടുമാട് മേയുന്ന, വിഭവങ്ങൾ ശേഖരിക്കുന്ന, കൃഷി ചെയ്യുന്ന അവർ ഊരുഭൂമി അടക്കമുണ്ട്. അതുകൊണ്ട് ആദിവാസിയുടെ ഭൂമിയാണോ എന്ന് ചോദിച്ചാൽ അവരിപ്പം 55 ഏക്കർ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി രാമേന്ദ്രൻ നായർക്ക് വട്ടലക്കിയിലുണ്ട്. അത് അദ്ദേഹത്തിന്റെ ട്രസ്റ്റിന്റെ പേരിലാണ്. ആ ട്രസ്റ്റിന്റെ പേരിലാണ് ഭൂമിയെന്ന് ആദിവാസികൾ അറിഞ്ഞിട്ടേയില്ല. അവരിപ്പോഴും ആടിനെ കൊണ്ട് കെട്ടുന്ന, മാടിനെ മേയ്ക്കുന്ന ഭൂമിയാണ്. അതുകൊണ്ട് അട്ടപ്പാടിയിലെ ഭൂമി സംബന്ധിച്ചിടത്തോളം അട്ടപ്പാടിയിലെ ഭൂമി ഏറെയും ആദിവാസികളുടേത് തന്നെയാണ്. ഇപ്പം ആധാര എഴുത്തുകാരും പറഞ്ഞത് അത് തന്നെയാണ്. ഈ ഇപ്പൊ പ്രമാണം നടത്തിയേക്കുന്ന ഭൂമി അന്വേഷിച്ച് ചെല്ലുമ്പോഴായിരിക്കും ആദിവാസി ഭൂമിയാണെന്ന് അറിയുക. നിങ്ങൾ അന്വേഷിക്കാത്തിടത്തോളം അട്ടപ്പാടിയിൽ എവിടെയോ ഭൂമിയുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാല്, സെവനാറ്റ്സ് മോഹൻ എന്ന് പറയുന്ന സിനിമാ നിർമ്മാതാവ്, അദ്ദേഹം എന്നെ വിളിക്കുന്നുണ്ട്. അദ്ദേഹവും 10 പേരും ചേർന്ന് 100 ഏക്കർ ഭൂമി വാങ്ങി. ആധാരം കടലാസ് മാത്രമേ കയ്യിലുള്ളൂ, ഭൂമി എവിടാണെന്ന് അറിഞ്ഞൂടാ. എന്നിട്ട് മറിച്ച് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഭൂമി കല്ലിട്ട് കിട്ടണമെന്ന് ആരോ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിച്ച ദേവൻ രാമേന്ദ്രൻ അദ്ദേഹത്തിന് അനുകൂലമായി ഉത്തരവിട്ടു. അദ്ദേഹം ഭൂമിയുടെ ആധാരം കയ്യിലുണ്ട്, അതുകൊണ്ട് അത് അദ്ദേഹത്തിന് അളന്ന് തിരിച്ച് കല്ലിട്ട് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു. പോലീസ് സംരക്ഷണവും കൊടുത്തു. പോലീസ് ചെന്നപ്പോൾ ആദിവാസികൾ എതിർത്തു, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, വിട്ടുതരാൻ പറ്റില്ല എന്ന്. അപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് അളന്നെടുക്കാൻ ശ്രമിച്ചിട്ട് അന്ന് നടന്നില്ല. അപ്പോൾ ആദിവാസികൾ അടുത്ത ഹൈക്കോടതി ദേവൻ രാമേന്ദ്രന്റെ മുന്നിൽ തന്നെ ഇതേ കാര്യവുമായി ചെന്നു. അപ്പം ദേവൻ രാമേന്ദ്രൻ ആദിവാസികൾക്ക് വേണ്ടി ഹാജരായ വക്കീലിനെ വിളിച്ചിട്ട് ചേംബറിൽ ഒന്ന് വരാൻ പറഞ്ഞു. അപ്പം 4 കേസുണ്ട്. ഒരാളിൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരും ഇതേപോലെ തന്നെ ചെയ്തിരുന്നു. അപ്പം മുഴുവൻ പേരും വക്കീലിനോട് ചോദിച്ചറിഞ്ഞിട്ട് ഒറ്റ കേസായി പരിഗണിച്ചിട്ട് റവന്യൂ തർക്കമുണ്ടെങ്കിൽ സിവിൽ കോടതിയിൽ പോകണം,
പോലീസിന് മേൽ ഭൂമി പ്രശ്നമുണ്ടെങ്കിൽ ആദിവാസി ഊരുകളിൽ എത്തരുത്, ആദിവാസികളെ ഭയപ്പെടുത്തരുത്, ആദിവാസികൾക്ക് സംരക്ഷണം നൽകേണ്ടതാണ് പോലീസിന്റെ ജോലി എന്ന് അദ്ദേഹം ഉത്തരവിട്ടു. ഇന്നും ഇപ്പോൾ ആദിവാസികൾ ഒരു പരിധി വരെ അവരില്ല, നമ്മൾ ലളിതമായി പറഞ്ഞാൽ എല്ലാ വീട്ടിലും ദേവൻ രാമേന്ദ്രന്റെ ഒരു ഉത്തരവ് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുക, പോലീസ് എന്നാൽ ഇത് എടുത്ത് കാണിക്കും, ഞങ്ങളുടെ ഊരിൽ പോലീസ് വന്ന് ഭീഷണിപ്പെടുത്തരുതെന്ന് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞിരിക്കുകയാണെന്ന്. യാദൃച്ഛികമായി കിട്ടിയ ഒരു ഉത്തരവാണ് അവർക്ക്. അതിനുശേഷം ചോളയൂരോ അഗളിയിലോ പോലീസ് ഈ ഭൂമി പ്രശ്നമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ അട്ടപ്പാടിയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു കോടതി വിധിക്ക് പോലും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നു. ഞാൻ പറഞ്ഞു വന്നതല്ല, ഭൂമി എവിടാണെന്ന് അറിഞ്ഞുകൂടാത്ത ആളുകൾ കടലാസിലൂടെ ഭൂമി വാങ്ങുകയും അത് മറിച്ച് വിൽക്കുകയും കോടതിയിലെത്തുന്ന സമയത്ത് ആദിവാസികൾക്ക് വേണ്ടി ഹാജരാകുന്ന ഒരു ഗവൺമെന്റ് വക്കീലുണ്ട്. അവര് ഈ സമയത്ത് മിണ്ടില്ല. ആരായാലും ഇത് ആദിവാസി ഭൂമിയാണെന്നോ ആദിവാസി മേഖലയാണെന്നോ മിണ്ടില്ല. കാരണം ഈ ഗവൺമെന്റ് വക്കീലിനും മാഫിയയുടെ സ്വാധീനം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ മൂലങ്കൽ വെച്ചപ്പതി വെള്ളകുളം മേഖലയിലെ ആദിവാസികൾ കോടതിയിലെത്തിയപ്പോൾ അവർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് അനീഷിനോട് ചോദിച്ചിട്ടാണ് ദേവൻ രാമേന്ദ്രൻ ഈ കാര്യങ്ങൾ അറിയുന്നത്. ആ വിചാരണയിൽ ഗവൺമെന്റ് വക്കീലിനോട് ചോദിച്ചു, ഈ വക്കീൽ പറഞ്ഞത്, അനീഷ് പറഞ്ഞതൊക്കെ ശരിയാണോ? അപ്പം ഗവൺമെന്റ് വക്കീലും പറഞ്ഞു അതൊക്കെ ശരിയാണെന്ന്. ഇവർ കഴിഞ്ഞ അവധിക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഈ ജസ്റ്റിസിന്റെ മുന്നിൽ ഈ കേസ് വന്നപ്പോൾ ഈ ഗവൺമെന്റ് വക്കീലിന് പറയാം, ഇത് ആദിവാസി മേഖലയാണ്, ആദിവാസി ഭൂമിയാണ്, ആദിവാസികൾ മാത്രം പാർക്കുന്ന മേഖലയാണ്, ഇതിൽ എങ്ങനെയാണ് ഇവിടെ ഭൂമി വരിക എന്ന ചോദ്യം ഗവൺമെന്റ് വക്കീലിന് ഉന്നയിക്കാം. പക്ഷെ ഉന്നയിക്കാറേയില്ല. ആദിവാസികൾക്ക് വക്കീലില്ല എന്നതാണ് കോടതിയിൽ അവർ പരാജയപ്പെടുന്നത്. 2 ആദിവാസി കേസുകൾ ഏറ്റെടുക്കുന്ന വക്കീലന്മാർ മറുപക്ഷത്തേക്ക് മാറുന്നുണ്ട്. കാരണം ഇത് നമ്മൾ കോടികളുടെ ഇടപാടാവുന്നതുകൊണ്ട് വലിയ ഇപ്പോൾ ആദിവാസിക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു 5,000, 10,000, 15,000 രൂപ ഫീസ് കൊടുക്കാം. പക്ഷേ 10 ലക്ഷം കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ വക്കീലന്മാർ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം മണ്ണാർക്കാട് കോടതിയിൽ ഇനിയിപ്പം അഗളി കോടതിയിലാണ് ആദിവാസി കേസെടുക്കാൻ വക്കീലന്മാർ ക്യൂ നിൽക്കുക. കാരണം കേസ് തോറ്റു കൊടുക്കാനാണ് ക്യൂ നിൽക്കുന്നത്, അല്ല കേസ് വിജയിപ്പിക്കാനല്ല. ഇനി ആദിവാസികൾക്ക് വേണ്ടി രേഖകൾ ഹാജരാക്കുക വളരെ പ്രയാസമാണ്. കാരണം വില്ലേജിൽ നിന്ന് രേഖ കിട്ടിയില്ല, തഹസീൽദാരുടെ ഓഫീസിൽ നിന്ന് രേഖ കിട്ടില്ല. ഉദ്യോഗസ്ഥന്മാർ ആദിവാസികളുടെ രേഖകൾ കൊടുക്കാൻ, വിവരാവകാശം നൽകിയാൽ പോലും കൊടുക്കാൻ വിസമ്മതിക്കുന്ന ഒരു കാലം കൂടിയാണ്. അത് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതാണ് അവസ്ഥയെങ്കിൽ ഇപ്പൊ നിലമ്പൂരിൽ ഭൂരഹിതരായ ആദിവാസികളുടെ സമരം നടക്കുന്നുണ്ട്. കേരളത്തിന്റെ പല ഭാഗത്തും ആദിവാസികൾക്ക് നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു കിട്ടാനും പുതിയ ഭൂമി കിട്ടാനും വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ഉയർന്നുണ്ട്. ഒരു വശത്ത് സമരം നടക്കുന്നു, പക്ഷേ നിയമപരമായി എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പലപ്പോഴും ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. സർക്കാരിന്റെ നടപടികൾ ഇങ്ങനെയാണെങ്കിൽ, കോടതി വ്യവഹാരങ്ങൾ ഈ രീതിയിലാണെങ്കിൽ ആദിവാസിക്ക് എങ്ങനെയാണ് നീതി ലഭിക്കുക എന്നുള്ള വലിയൊരു ചോദ്യമല്ലേ? അത് പൊതുസമൂഹവും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൂടി ഇവരുടെ ജനാധിപത്യം അംഗീകരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു വയനാട്ടിൽ ഉള്ളൊരവസ്ഥ, ഇപ്പം നിലമ്പൂരിലെ കാര്യം നിങ്ങൾ എടുത്താലും ആദിവാസികൾ മാത്രമല്ല അവിടെ സമരം ചെയ്യുന്നത്, അല്ലേ? പൗരാവകാശ പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെ ഒരു ചെറിയ വിഭാഗത്തിന്റെയും പിന്തുണ ആദിവാസികൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദിവാസികളുടെ ശബ്ദം നിലമ്പൂരിൽ നിന്ന് പുറത്തു വരുന്നത്. ആദിവാസികൾക്ക് ഭൂമി നൽകേണ്ടത് ഒരു ജനാധിപത്യ അവകാശമാണെന്ന് കുറേ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അട്ടപ്പാടിയിൽ ഇതല്ല സ്ഥിതി. അട്ടപ്പാടിയിൽ ഞാൻ ഈ ഗാസ മുനമ്പ് പോലെയാ. ഇപ്പോൾ ഗാസ മുനമ്പ് എന്ന് പറയാൻ പറ്റില്ല, ഗാസ മുനമ്പിൽ തിരിച്ചൊരു കല്ലെങ്കിലും എടുത്തെറിയാൻ മുസ്ലിം സമൂഹത്തിന് കഴിയുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ ആ സമൂഹം അത്ര ഏറ്റവും പ്രാകൃതമായ ഒരു അവസ്ഥയിലല്ല. പക്ഷെ അട്ടപ്പാടിയിലെ ആദിവാസി ഒരു കല്ലെടുത്തെറിയാൻ പോലും കഴിയാത്ത വിധം അത്രയും ദയനീയമായ സ്ഥിതിയിലാണ്. അവിടുത്തെ ഒരു കുടിയേറ്റക്കാരൻ അല്ലെങ്കിൽ ഒരു കയ്യേറ്റക്കാരൻ അല്ലെങ്കിൽ ഭൂമാഫിയ സംഘത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടാണ്, ആദിവാസിക്കെതിരായി ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഏറ്റവും അടുത്ത മധുവിനെ പോലൊരു ആളിനെ വസ്ത്രാക്ഷേപം ചെയ്തിട്ട് തല്ലുന്നൊരു പടം, വീഡിയോ ഒക്കെ വന്നിരുന്നു. അതിൽ പോലും കുടിയേറ്റക്കാരെല്ലാം തല്ലിയവരുടെ കൂട്ടത്തിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആദിവാസിക്ക് കുടിയേറ്റക്കാരനെതിരായി ഒന്ന് ഉറച്ച് ശബ്ദിക്കണമെങ്കിൽ അവന് മദ്യപിക്കണം. മദ്യപിക്കാതെ നിൽക്കുന്ന ഒരു ആദിവാസിയും ശബ്ദിക്കില്ല, കാരണം ഭയമാണ്. ഇപ്പം ശാന്തകുമാരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, 19 വയസ്സ്, വിജയകുമാരിയാന്ന് തോന്നുന്നത്, അതിൻ്റെ 17 വയസ്സ്, 2 പെൺകുട്ടികൾ മൃണ്മയി ജോഷി എന്ന് പറയുന്ന പഴയ കളക്ടറുടെ മുന്നിലെത്തുന്നു. അവരുടെ അപ്പൂപ്പൻ്റെ പേരിലുള്ള 11 ഏക്കറിന്റെ TLA കേസാ, അഗളി ടൗണിലാണ്.
99 നിയമം അനുസരിച്ചും 6 ഏക്കർ തിരിച്ചു കൊടുത്തേ പറ്റൂ. 11 ഏക്കറല്ലേ, അതെ, 6 ഏക്കർ തിരിച്ചു കൊടുത്തേ, നിയമപരമായി തിരിച്ചെടുത്ത് കൊടുത്തേ പറ്റൂ. എല്ലാ ഉത്തരവുകളും അവർക്ക് അനുകൂലമാണ്. കളക്ടർക്ക് അപ്പീൽ ചെയ്യുന്നു. കളക്ടർ വിചാരണയ്ക്ക് വിളിച്ചു. ആ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭൂമിയില്ല, ഞങ്ങളുടെ അച്ഛനും അപ്പൂപ്പനും അവിടെ ഭൂമി ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ആ ഭൂമി വേണ്ട. കളക്ടർ അത്ഭുതപ്പെട്ടു. കാരണം കളക്ടറുടെ മുന്നിലിരിക്കുന്ന മുഴുവൻ രേഖകളും ഈ കുട്ടികളുടെ അച്ഛന് 11 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു, അത് തട്ടിയെടുത്തതാണെന്നും 99 നിയമം അനുസരിച്ച് 5 ഏക്കർ കൈവശം വെച്ചിരിക്കുന്ന ആളിന് കൊടുക്കാം. അപ്പൊ ആ കളക്ടർ എഴുതി വെച്ചു, ഈ കുട്ടികളെ ഭയപ്പെടുത്തിയിട്ട് അവരുടെ ജീവന് ഭീഷണിയുണ്ട്, അതുകൊണ്ടാണ് ഭൂമി വേണ്ട എന്ന് പറയുന്നത്. മൃണ്മയി ജോഷിയെ പോലെ ഒരു കളക്ടർക്ക് മാത്രമേ അത് എഴുതാൻ പറ്റൂ. മറ്റൊരു കളക്ടർ ആണെങ്കിൽ ഒരുപക്ഷെ ഇവർക്ക് ഭൂമി വേണ്ട എന്ന് പറയുന്ന സ്ഥിതിക്ക് ഈ കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, മറ്റൊരു ഭൂമി കൊണ്ടുപോകട്ടെ എന്ന് പറയാം, ഇല്ലേ? അത് സുപ്രീം കോടതി പോയി പൊന്നി എന്ന് പറയുന്ന ആദിവാസി സ്ത്രീ, അവരിന്ന് ജീവിച്ചിരിപ്പില്ല, 3 ഏക്കർ ഭൂമി അഗളി ടൗണില് അവരുടെ കുടുംബത്തിനുണ്ടായിരുന്നു. അവര് മരിച്ചു, അവരുടെ അനന്തരാവകാശികൾ മരിച്ചു. ഇപ്പം രാംരാജ് എന്ന് പറയുന്ന 26 വയസ്സുള്ള ഒരു പയ്യനാണ് അതിന് രംഗത്ത് വന്നത്. എനിക്ക് സുപ്രീം കോടതി 2011 കോടതി പറഞ്ഞു, ഇത് 75 നിയമവും ഇല്ല, 99 നിയമവും ഇല്ല. എന്നു വെച്ചാൽ ഒരു ആദിവാസിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഓടിച്ചിട്ട് ഭൂമി കയ്യേറിയതാ. ഈ കയ്യേറിയവൻ ഒരു വ്യാജരേഖ പോലും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോഴയാൾ നികുതി അടയ്ക്കുന്നില്ല, അയാളുടെ കയ്യിൽ ആധാരവും ഇല്ല, പക്ഷെ ബലമായി ഭൂമി കൈവശം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു പിടിച്ചു കൊടുത്തേ പറ്റൂ. 11 സുപ്രീം കോടതി വിധിയായി. മറ്റേ ADGP സന്ധ്യ അട്ടപ്പാടിയിൽ ചെന്ന സമയത്ത് തീരുമാനമെടുത്തു ഭൂമി തിരിച്ചു പിടിക്കാൻ. അവരന്ന് പറഞ്ഞത് 2 ഫോഴ്സിനെ കൊണ്ടുവരണം. ആദ്യത്തെ ഒരു സംഘം ഭൂമിയിൽ പ്രവേശിക്കുന്നിടത്ത് വേണം, 1-2 കിലോമീറ്റർ അകലെ വേറെ ഒരു ഫോഴ്സ് വേണം, എന്തെങ്കിലും തടയലുണ്ടായാൽ അറസ്റ്റ് ചെയ്ത് നീക്കണം, എല്ലാം സംവിധാനവും ചെയ്തു. പക്ഷേ പല കാര്യങ്ങളാൽ അത് നീട്ടിവെച്ചു, ഉദ്യോഗസ്ഥരെ നീട്ടിവെച്ചു. പിന്നീട് അത് നടന്നില്ല. ഈ സമയം കൊണ്ട് വീണ്ടും ഒരു ഹൈക്കോടതിയിൽ പോയി. എന്തിനാണെന്ന് ചോദിച്ചാൽ കളക്ടറുടെ നോട്ടീസിനെതിരെയാണ് പോയത്. അതവിടെ കിടന്നിട്ട് ഇപ്പം കോടതി വിധി വന്നിട്ടുണ്ട് തിരിച്ചു പിടിച്ചു കൊടുക്കാൻ. ഇപ്പോഴത്തെ സബ് കളക്ടറും അനങ്ങിയിട്ടില്ല. കോടതി ലക്ഷ്യത്തിന് കേസ് കൊടുക്കാൻ ഈ രാംരാജിനെ കൊണ്ടൊന്നും കഴിയില്ല. എന്നുവെച്ചാൽ 100 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപയെ കയ്യിലെടുക്കാൻ കഴിയാത്തൊരു കുടുംബം എങ്ങനെയാണ് കോടതി ലക്ഷ്യത്തിനെതിരെ കേസ് കൊടുക്കുക? സുപ്രീം കോടതി പറഞ്ഞേക്കുകയാണ്, കളക്ടർ അനങ്ങുന്നില്ല, സബ് കളക്ടർ അനങ്ങുന്നില്ല, തഹസീൽദാർ, ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തെഴുതി കളിക്കൽ മാത്രമേ ഉള്ളൂ. ഈ ഭൂമി കേരളത്തിൽ ഒരിടത്തും സുപ്രീം കോടതി വിധി വന്നാൽ പിന്നെ രക്ഷയില്ലല്ലോ. മനുഷ്യന് നിൽക്കാൻ പറ്റില്ല. ഇയാൾ വളരെ ശക്തനൊന്നുമല്ല, അത് ഭൂമി കൈയടക്കി വെച്ചേക്കുന്നു. പക്ഷെ പോലീസ് ആദിവാസിയുടെ ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യില്ല എന്നുള്ളതാണ് അട്ടപ്പാടിയുടെ ഒരു സ്ഥിതി.